വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്, ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസിനെ കുറിച്ചിട്ടാണ്. ഇമ്മ്യൂണിറ്റി വീഡിയോ സീരീസിൽ നമ്മൾ അഡാപ്റ്റീവ് ഓർ അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ ആദ്യം അപ്പോൾ പറയുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ എന്താണ് ഈ ഹ്യൂമറൽ? ഹ്യൂമറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ്സ് എന്നാണ് ഹ്യൂമറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ബോഡി ഫ്ലൂയിഡ്സ്. സോ പാത്തജൻ അപ്പോൾ എവിടെയാണ്? പാത്തോജൻസ് ഓർ ആന്റിജൻസ് ആർ നമ്മുടെ ശരീരത്തിലുള്ളത് നോട്ട് ഇൻസൈഡ് ദ സെൽ, സെല്ലിന്റെ ഉള്ളിലല്ല. ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സെൽ, എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോ മറ്റോ ആണ്. സോ അപ്പൊ ഇവയെ നശിപ്പിക്കാൻ നമുക്ക് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഓർ ബ്ലഡ് വഴി പറ്റും. ബ്ലഡിലൂടെ വരുന്ന ആന്റിബോഡി വഴി നമുക്ക് ഇവയെ നശിപ്പിക്കാം. സോ ദീസ് ആർ ആന്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് കൈകാര്യം ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇവയെ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നും വിളിക്കും. സോ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നും നമ്മൾ പറയും. സോ ദീസ് ആർ ആന്റിബോഡി ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാക്ക്. അപ്പൊ ചോദ്യം, ആരാണ് ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആന്റിബോഡി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസ്മ സെൽസ്. സോ പ്ലാസ്മ സെൽസ് ആണ് ആന്റിബോഡി ഉണ്ടാക്കുന്നത്. അപ്പൊ ആരാണ് ഈ പ്ലാസ്മ സെൽ? പ്ലാസ്മ സെൽ ഈസ് എ ടൈപ്പ് ഓഫ് ബി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ്സിന്റെ ഒരു തരമാണ്, ഒരു വകഭേദം അല്ലെങ്കിൽ സബ് ഡിവിഷൻ ആണ് ഈ പ്ലാസ്മ സെൽസ്. സോ ഇപ്പൊ ഇത് പ്ലാസ്മ സെൽസ് ഓർ ബി ലിംഫോസൈറ്റ്സ് എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലഡിലുണ്ട്, ലിംഫ് നോഡ്സിലെ ലിംഫോയിഡ് ഓർഗൻസ്, അവിടെ എല്ലാം നമുക്ക് ബി ലിംഫോസൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബി ലിംഫോസൈറ്റ്സ് പ്ലാസ്മ സെൽസ് ആയി മാറി അതിൽ നിന്ന് നമ്മൾ ആന്റിബോഡി ഉണ്ടാക്കണം. എന്നിട്ട് വേണം ഈ ആന്റിബോഡി ഉണ്ടാക്കിയിട്ട് വേണം നമ്മുടെ ഈ ആന്റിജനെ നമുക്ക് പോയി കൊല്ലാൻ അല്ലെങ്കിൽ നശിപ്പിക്കും. സോ ഈ ദിസ് പ്രോസസ് ആണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയേണ്ടത്. സോ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാകും. നമുക്കൊരു ഇമ്മ്യൂണിറ്റി, ഒരു പ്രത്യേക രോഗത്തോട് ഇമ്മ്യൂണിറ്റി ലഭിക്കണമെങ്കിൽ, ആന്റിബോഡി ഉണ്ടാവണമെങ്കിൽ ആ രോഗാണു തന്നെ, അതിന്റെ ആന്റിജൻ തന്നെ ശരീരത്തിലെത്തണം. മറ്റു ചവറ് പച്ചില മരുന്നൊന്നും കഴിച്ചാൽ ഇത് ലഭിക്കില്ല എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ അതിനായിട്ടുള്ള വാക്സിൻ തന്നെ എടുക്കണം എന്ന് കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ ധാരാളം കോവിഡ് തടയാനായിട്ട് ധാരാളം മണ്ടത്തരങ്ങളും മഞ്ഞപ്പൊടികളും പച്ചില മരുന്നും ഒക്കെ നമ്മൾ കേട്ടാണല്ലോ. സോ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു നല്ലൊരു ധാരണ ഇത് പഠിച്ചാൽ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സോ ഈ പ്രോസസ് തന്നെയാണ് ഒരു വാക്സിനേഷൻ. നമ്മൾ എടുത്താൽ നമ്മുടെ ശരീരത്തിൽ അതിനായിട്ടുള്ള പ്രതിരോധം ഉണ്ടാകുന്നതും ഇതേ മെക്കാനിസം തന്നെയാണ്. സോ എന്തെല്ലാമാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി പ്രോസസിന്റെ സ്റ്റേജുകൾ? സോ നമുക്ക് വിവിധ സ്റ്റേജുകളായിട്ട് പറയാം. ഒന്ന്, ഫസ്റ്റ് വൺ, ഒരു ആന്റിജൻ. ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ എത്തണം, അല്ലെ? എവിടെ എത്തണം? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് എത്തേണ്ടത്. അതിനെതിരെയാണ് നമ്മുടെ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. സെല്ലിനകത്താണെങ്കിൽ അത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്, അത് വേറെ സംഭവമാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അങ്ങനെ ആദ്യമായി നമ്മളിവിടെ പറയുന്നത്, ആദ്യമായി ശരീരത്തിൽ എത്തുന്ന, ഇതുവരെ എത്താത്ത ഒരു ആന്റിജനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. പലരും ഇത് പറയുന്നത് ശരീരത്തിലെ ഒരു ആന്റിബോഡി നേരത്തെ ഉണ്ടായ ആൾക്കാരിൽ വീണ്ടും വരുമ്പോൾ ഉണ്ടാവുന്നത്, അതിന് ഇത്രയും സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് സ്റ്റെപ്പ് മതി. നമുക്ക് ഇടക്ക് വെച്ചിട്ട് പറയാം. സോ ഇവിടെ നമ്മൾ പറയുന്നത് ശരീരത്തിൽ ഇതുവരെ കാണാത്ത ഒരു ആന്റിജൻ നമ്മുടെ ശരീരത്തിലെത്തുന്നു. അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു? സോ ഫസ്റ്റ് എത്തി. രണ്ടാമത്തത് സ്റ്റെപ്പ്, ഈ പ്രോസസ്, ഈ ആന്റിജനെ നമ്മൾ പ്രോസസ് ചെയ്യുന്നു. സോ ആന്റിജൻ പ്രോസസ് നമ്മൾ ചെയ്തിട്ട് ആന്റിജനെ നമുക്ക് ഒരു ലിംഫോസൈറ്റ്, ഇതിപ്പോ ബി ലിംഫോസൈറ്റ് ആകാം അല്ലെങ്കിൽ ടി, നമ്മൾ ടി ആണ് പറയുന്നത്, അതിന്റെ മുന്നിൽ ഇതാണ് ആന്റിജൻ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യും. സോ പ്രോസസ് ചെയ്യുന്നു. മൂന്നാമത്തെ പ്രോസസ് ഈസ് പ്രസന്റേഷൻ. ആന്റിജൻ പ്രസന്റേഷൻ ആണ് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം, ഇതൊരു ആന്റിജൻ ആണ് പ്രസന്റ് ചെയ്തത്, അപ്പൊ ഇതിനെ തിരിച്ചറിയണം, അല്ലെ? അതാണ് റെക്കഗ്നിഷൻ ഓഫ് ആന്റിജൻ ആണ് നാലാമത്തെ ഘട്ടം. അടുത്ത സ്റ്റെപ്പ് 4 3 എത്രയായാലും. ആൻഡ് അടുത്ത സ്റ്റെപ്പ് 5 നമുക്ക് എഴുതാം. ഇതുമൂലം ലിംഫോസൈറ്റ്സ്, ഈ പ്രസന്റ് ചെയ്ത ഇത് ആക്ടിവേറ്റഡ് ആകണം. സോ അടുത്ത സ്റ്റെപ്പ് ഈസ് ആക്ടിവേഷൻ ഓഫ് ലിംഫോസൈറ്റ് നടക്കണം. അതായത് ഈ ആക്ടിവേഷൻ നടന്നത് മൂലം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പലതായിട്ട് മാറണം. ആൻഡ് ദെൻ ഇറ്റ് ഹാസ് ടു പ്രൊലിഫറേറ്റ്. അത് വിഭജിച്ച് ഇഷ്ടം പോലെ ആയിട്ട് മാറണം, യുദ്ധം ചെയ്യാൻ മാത്രം കെൽപ്പുള്ളവരായിട്ട് മാറണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലിംഫോസൈറ്റ് ഹെൽപ്പർ സെൽസ് ആയിട്ട് മാറണം. ഹെൽപ്പർ ടി സെൽസ് ആയിട്ട് മാറി അതിൽ നിന്ന് പ്രത്യേകം സെൽസ് ഉണ്ടാകണം. അടുത്ത സ്റ്റെപ്പ്, ഇങ്ങനെ ഉണ്ടായ ഹെൽപ്പർ ടി സെൽസ്. ഏഴാമത്തെ സ്റ്റെപ്പ്, ഇത് ബി ലിംഫോസൈറ്റിനെ ആക്ടിവേറ്റ് ചെയ്യണം. ബി ലിംഫോസൈറ്റിനെ ആക്ടിവേറ്റ് ചെയ്യണം. ദെൻ അടുത്ത സ്റ്റെപ്പ്, ബി ലിംഫോസൈറ്റ്സ് ആക്ടിവേറ്റഡ് ആവുന്നു. ആക്ടിവേറ്റഡ് ആയിട്ട് അത് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദെൻ പ്രൊലിഫറേറ്റ് ചെയ്യണം. എട്ടാമത്തെ സ്റ്റെപ്പ്, ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ബി ലിംഫോസൈറ്റ്സിൽ നിന്ന് അത് പ്ലാസ്മ സെൽസ് ആയിട്ട് മാറണം. പ്ലാസ്മ സെൽസ് ആയിട്ട് മാറി അതിൽ നിന്ന് ആന്റിബോഡി ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, ആന്റിബോഡി ഇങ്ങനെ ഉണ്ടായ ആന്റിബോഡി, ആന്റിജൻ ആണെങ്കിൽ അത് ടോക്സോയിഡ് ആണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യണം. അല്ല, അതിന്റെ മൊത്തം ആന്റിജൻ ആണെങ്കിൽ അതിനെ
കൊല്ലണം, സ്പ്ലിറ്റ് ചെയ്യണം, നശിപ്പിക്കണം. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി ഇത് ഈ രോഗാണു വന്നാൽ അല്ലെങ്കിൽ ഈ ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ അതിന് മെമ്മറി സെൽസ് കൂടി ഉണ്ടായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പുകളാണ് നമുക്ക് പറയേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് രണ്ടും ചേർത്ത് പറയാം. ഒന്ന് ആന്റിജൻ പ്രോസസ്സിംഗ് ആണ്, ആൻഡ് ദെൻ അതിനെ പ്രസന്റേഷൻ. ആന്റിജൻ പ്രോസസ്സിംഗ് ആൻഡ് പ്രസന്റേഷൻ ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. സോ ശരീരത്തിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഒരു ആന്റിജൻ അല്ലെങ്കിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, സോ നമ്മളൊരു കാര്യം പറഞ്ഞു, ഇത് ആന്റിജൻ ആദ്യമായി വന്നിരിക്കുകയാണ്, അതാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. സോ ഇത് ലിംഫ് നോഡിൽ എത്തിയാൽ ലിംഫ് നോഡിൽ വെച്ചിട്ട് ഡെൻഡ്രൈറ്റിക് സെൽസ്, സോ നമുക്ക് ഡെൻഡ്രൈറ്റിക് സെൽസ് ഇത് വരയ്ക്കാം, അല്ലെങ്കിൽ മാക്രോഫേജസ് ഇതിനെ വിഴുങ്ങുന്നു. ഇതിങ്ങനെ സ്യൂഡോപോഡൊക്കെ ഉണ്ടാക്കി അതിനെ അകത്തേക്ക് എടുക്കുന്നു, ആൻഡ് ഇതിനെ അത് പീസ് ആക്കുന്നു, അല്ലെങ്കിൽ ആന്റിജനെ പ്രോസസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. സോ ഈ സെല്ലിനെ നമുക്ക് ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആണ്. ക്യാൻ ബി ഡെൻഡ്രൈറ്റിക് സെൽസ് ആകാം, അല്ലെങ്കിൽ മാക്രോഫേജസ് ആകാം. സോ നൂറുകണക്കിന് ചെറിയ ആന്റിജൻ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നു. അതാ മാറ്റുന്നത് ഫാഗോസോമിൽ വെച്ചിട്ടാണ്, അതെന്ന് ഞാൻ പറയുന്നില്ല അത്രയും ഡീറ്റെയിൽ. ദെൻ ഇതിന്റെ സെൽ ഇവിടെ ഉള്ള MHC ക്ലാസ് 2 ആണെന്ന് പ്രത്യേകം ഓർക്കുക. ക്ലാസ് 2 ആണ്. MHC ക്ലാസ് 2ന്റെ മുന്നിൽ ഇവിടെ ഇങ്ങനെ അത് വെക്കും. ഓക്കെ, സോ മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി കോംപ്ലക്സ് ആണ്, 2ലാണ് ലിംഫോസൈറ്റ്സിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഏതാണ് ഈ ലിംഫോസൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലിംഫോസൈറ്റിന്റെ പേര് CD4+T ലിംഫോസൈറ്റ്സ് ആണ്. സോ അപ്പൊ അതിനൊരു റിസപ്റ്റർ വേണം. ആ റിസപ്റ്റർ ഇവിടെ ഉണ്ട്, T സെൽ റിസപ്റ്റർ ആണ്, ആൻഡ് ഒരു CD4 ഉണ്ട് എന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് CD4. സോ ഇതാണ് ആന്റിജൻ പ്രസന്റേഷൻ. സോ പീസ് ആക്കിയ ആന്റിജൻ ഫ്രാഗ്മെന്റ് ആണെന്ന് പ്രത്യേകം ഓർക്കുക. ആന്റിജൻ മൊത്തമല്ല, ആന്റിജൻ ഫ്രാഗ്മെന്റ് എടുത്ത് ഇതാണ് ആന്റിജൻ എന്ന് കാണിക്കുന്നു. ഇത് വിശ്വസിക്കുവോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇത് വിശ്വസിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നടക്കണം. റെക്കഗ്നിഷൻ, അതിനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. റെക്കഗ്നിഷൻ എന്ന് പറയും. റെക്കഗ്നിഷൻ ഓഫ് പ്രോസസ് ആന്റിജൻ. ഇവിടെ ആന്റിജൻ ഇവിടെ അകത്ത് കയറുമ്പോൾ സം കോറിസെപ്റ്റേഴ്സ് ഹാസ് ടു എക്സ്പ്രസ് ഹിയർ. അതുണ്ടോ എന്നാണ് നോക്കുന്നത്. അത് ഏതെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് വൺ ഈസ് CD80. CD എന്നുണ്ട്, CD80/86 അല്ലെങ്കിൽ B7.1/7.2 ആണ്. രണ്ടാമത്തത് CD40 ആണ്, CD40L. ഓക്കെ, ഇങ്ങനെ രണ്ട് സാധനങ്ങൾ കൂടി ഇതുമൂലം ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിനുള്ള റിസപ്റ്റർ ഇവിടെ നിന്നുണ്ടാവും. ദാറ്റ് ഈസ് CD28 വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇവിടെ CD40 ആണെങ്കിൽ CD40 വന്ന് ബൈൻഡ് ചെയ്യും. സോ ഇത് രണ്ടും കൂടി ബൈൻഡ് ചെയ്യുമ്പോൾ ദിസ് ഈസ് സിഗ്നൽ 1, ഇതാണ് സിഗ്നൽ 1, ആൻഡ് ഇതും കൂടി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ 2 ആയി. സോ രണ്ട് സിഗ്നലും കൂടി കിട്ടി വരുമ്പോഴത്തേക്കും ദിസ് ഈസ് നൗ recognized, and now this CD40 lymphocyte is now activated. So activation of CD lymphocytes നടന്നു. രണ്ട് സിഗ്നൽ 1 and signal 2. Now ഇത് activated ആയി. ഇത് CD40 lymphocytes are activated ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രണ്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് ഇന്റർലൂക്കിൻ 2 ആണ്. രണ്ടാമത്തത് ഇന്റർലൂക്കിൻ 2ന്റെ റിസപ്റ്ററിന്റെ ഒരു ആൽഫ പോർഷൻ. ഇവിടെ നേരത്തെ ഒരു റിസപ്റ്റർ ഉണ്ടായിരുന്നു, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്, പക്ഷെ ആൽഫ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഒരു ആൽഫ വന്നു. സോ ആൽഫയും കൂടി പിടിച്ചു, റിസപ്റ്റർ പൂർത്തിയായി. അപ്പൊ ഇന്റർലൂക്കിൻ വന്നു, ഇന്റർലൂക്കിൻ 2 അവിടെ പോയി ഇന്റർലൂക്കിൻ 2 ഒട്ടിച്ചേരും. ഇന്റർലൂക്കിൻ 2 ഒട്ടിച്ചേരുന്നു, അതേ സെല്ലിൽ തന്നെയാണ് ഒട്ടിച്ചേരുന്നത്. സോ ദിസ് പ്രോസസ്, ഇതാണ് സിഗ്നൽ 3 എന്ന് പറയുന്നത്. സിഗ്നൽ 3 വരുമ്പോൾ ദിസ് ഈസ് ആൻ ഓട്ടോക്രൈൻ സിഗ്നലിംഗ് ആണ്, അല്ലെ? ഒരാൾ തന്നെ ഒരു സംഭവം വിടുന്നു, അയാൾ തന്നെ അവിടെ പോയി പിടിക്കുന്നു, ആൻഡ് ഇതിനെ സ്വയം ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നിന്ന് വിട്ടത് ഇന്റർലൂക്കിൻ 2 ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ ഇന്റർലൂക്കിൻ 2 റിസപ്റ്റർ പല ആൾക്കാർ ഇത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിവിടെ പിടിക്കുന്നു. നൗ ദിസ് ഈസ് ആക്ടിവേറ്റഡ്. റെക്കഗ്നിഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് ആക്ടിവേഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ CD4 ലിംഫോസൈറ്റ്സ് നൗ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം അത് പ്രൊലിഫറേറ്റ് ചെയ്യണം. സോ ഇന്റർലൂക്കിൻ 2 വഴി ഇവിടെ വഴിയുമ്പോൾ ഒരുപാട് ധാരാളം ചേഞ്ചസ് വിൽ ഹാപ്പൻ ഇൻസൈഡ് ദ സെൽ, ആൻഡ് ദിസ് സെൽ നൗ ഡിവൈഡ്സ് ഓർ ചേഞ്ചസ് ഇൻ ടു ന്യൂ ടൈപ്പ് ഓഫ് സെൽസ്. അതിന്റെ പേര്, ഇപ്പോൾ ആ സെൽ ഇതാണെങ്കിൽ അതിന്റെ പേര് T helper not cell എന്നാണ്. T helper cells ആകുന്നു. സോ ഇതിൽ നിന്ന് ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് T helper സെൽസുകൾ ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുക, നമ്മൾ സെൽ ബോഡി ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുക. നമ്മൾ പറയുന്നതെല്ലാം ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഉണ്ടാകുന്നത് T helper 2 ടൈപ്സ് ഓഫ് സെൽസ് ആണ്. സോ അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് T helper 2 സെൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് വരയ്ക്കാം. T helper 2 സെൽ ആണ് ഉണ്ടായത് എന്ന് കരുതുക. ഇതിന്റെ പ്രത്യേകത, ഇതിന് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ
ആന്റിജന്റെ റിസപ്റ്റർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ദിസ് ആന്റിജനുള്ള റിസപ്റ്റർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഉണ്ടായ ടി ഹെൽപ്പർ 2 സെല്ലിന്റെ പ്രത്യേകത. മറ്റു കാര്യം, ഈ ടി ഹെൽപ്പർ നോട്ട് സെൽസിൽ നിന്ന് ടി ഹെൽപ്പർ 2 സെൽസ് ആണെങ്കിൽ ഇന്റർലൂക്കിൻ 4 നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ ഈ ഇന്റർലൂക്കിൻ 4 എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായ ധാരണയില്ല. ഇന്റർലൂക്കിൻ 4 മാത്രം പോരാ, 5ഉം 6ഉം ഒക്കെ വേണം എന്നും കൂടി അഭിപ്രായമുണ്ട്. ഈ ഉണ്ടായ ടി ഹെൽപ്പർ 2 സെൽസ് അപ്പൊ നമുക്കൊന്ന് വരയ്ക്കാം. ദിസ് ഇസ് ടി ഹെൽപ്പർ 2 സെൽസ് ഉണ്ട്. അതിന് ഇവിടെ ആ റിസപ്റ്റർ ഉണ്ട്, ആ പ്രത്യേക ആന്റിജനുള്ള റിസപ്റ്റർ ഉണ്ട്. ആൻഡ് ഇത് പോയി ഒട്ടിച്ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബി ലിംഫോസൈറ്റ്സിലാണ്. ഇത്രയും നേരം നമ്മൾ ബി ലിംഫോസൈറ്റിനെ കുറിച്ച് പറഞ്ഞില്ല. ബി ലിംഫോസൈറ്റ്സ് ഇപ്പോഴാണ് ചിത്രത്തിലേക്ക് വരുന്നത്. ആൻഡ് ബി ലിംഫോസൈറ്റ്സിൽ എന്തുണ്ട്? ബി ലിംഫോസൈറ്റ്സിൽ MHC ക്ലാസ് 2 ഉണ്ട്. അവിടെ ആരുണ്ട്? നേരത്തെ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിനകത്ത് കയറിയ ആന്റിജനെ പ്രോസസ് ചെയ്ത് ആ ഫ്രാഗ്മെന്റ് ഇവിടെ ഇരിപ്പുണ്ട്. സോ ഒരേ ആന്റിജൻ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ആന്റിജൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതും ഈ ആന്റിജൻ പ്രോസസ് ചെയ്ത് ഉണ്ടായ ടി ഹെൽപ്പർ 2 സെൽസും രണ്ടും തമ്മിൽ കണ്ടുമുട്ടും, ഒട്ടിച്ചേരുകയാണ്. ഒട്ടിച്ചേരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണം. ഇതിന് CD4 ഉണ്ട്, ദെൻ CD80, 86 ഉണ്ട്, CD40L ഉണ്ട്, 40L. സോ അപ്പൊ ഇതിന് CD28 ഉണ്ട് ആൻഡ് ഇതിന് CD40 ഉണ്ട്. സോ ഇതെല്ലാം സിഗ്നൽ 1, 2, 3 എല്ലാ സിഗ്നലും കൂടി ആകുമ്പോഴത്തേക്കും ദിസ് ഈസ് നൗ ബി സെൽസ് ആണ് ഇപ്പൊ ആക്ടിവേറ്റഡ് ആവും. സോ നൗ ബി സെൽസ് ആർ ഗെറ്റ് ആക്ടിവേറ്റഡ്. ബി സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നു. സോ അപ്പോൾ ആര് മൂലമാണ് ആക്ടിവേറ്റഡ് ആയത്? അത് ടി ഹെൽപ്പർ സെൽസ് മൂലമാണ്. അതിനെയാണ് നമ്മൾ ടി സെൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. സോ ബി സെൽസ് ആർ ആക്ടിവേറ്റഡ് ബിക്കോസ് ഓഫ് ദ ടി സെൽ ഹെൽപ്പ്. ഇനി ബി സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദിസ് ബി സെൽസ് ഹാസ് ടു ഡിഫറൻഷിയേറ്റ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഹൈലി കോംപ്ലക്സ് പ്രോസസ് ആണ്. സോ ഇവിടെയാണ് എവല്യൂഷണറി പ്രിൻസിപ്പിൾസ് എല്ലാം വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. സോ ഇത് നടക്കുന്നത് ലിംഫ് നോഡ്സിലാണ്, ലിംഫ് നോഡ്സിന്റെ ജെർമിനൽ സെന്ററിലാണ്. അപ്പൊ ശരീരത്തിൽ എത്തിയ ഈ ആന്റിജനോട് ഏറ്റവും അനുയോജ്യമായ, ആന്റിജനിൽ ഏറ്റവും വൃത്തിയായി ഭംഗിയായിട്ട് കൃത്യമായി ഒട്ടിച്ചേരുന്ന ബി സെൽസ് വേണം ഉണ്ടാകാം. സോ അതുണ്ടാകുന്നത് വരെ പലതരം ബി സെൽസ് ആദ്യം ഉണ്ടാകും. സോ ആക്ടിവേറ്റഡ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതിൽ 4 തരം ഉണ്ടായെന്ന് വെച്ചാൽ ഇതെല്ലാം നശിച്ചിട്ട് ഇത് മാത്രമായിരിക്കും ഏറ്റവും അടുത്തത്. അത് വീണ്ടും ഇതിലുമായിട്ട് ഒന്ന് ഒട്ടിച്ചേരുന്നു, വീണ്ടും അതിൽ നിന്ന് 4 എണ്ണം ഉണ്ടാവുന്നു കരുതുക. 4ഉം പോയി, ഇതാണ് ഏറ്റവും നല്ലത്. ദെൻ അതിൽ നിന്ന് വീണ്ടും 4 തരം ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക, അതിന് ഏറ്റവും നല്ല ഇതാണ്. സോ ഇതുപോലെ ഏറ്റവും ദ മോസ്റ്റ് പെർഫെക്റ്റ് മാച്ചിങ് ടു ദിസ് ആന്റിജൻ, ആന്റിജനുമായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന. സോ ബാക്കിയെല്ലാം ഇവിടെ ചത്തുപോവുകയാണ്. സോ സർവൈവൽ ഓൺലി ഫോർ ദ ബെസ്റ്റ് ബി സെൽസ് മാത്രം സർവൈവ് ചെയ്യും. ഇവിടെയും ഓരോ സ്റ്റെപ്പുകളിലെല്ലാം ഇങ്ങനെ സർവൈവ് ചെയ്യും. സോ ഇതിന് നമ്മൾ വിളിക്കുക സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ എന്ന് പറയും. ആൻഡ് ഇത് മെച്യൂർ ചെയ്യുന്നതിന് നമ്മൾ അഫിനിറ്റി മെച്യൂറേഷൻ എന്നാണ്. സോ ദീസ് ബി സെൽസ് ഹാസ് ടു അണ്ടർഗോ ദ എവല്യൂഷണറി പ്രിൻസിപ്പിൾസ്, ദാറ്റ് ഈസ് സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ ആൻഡ് അഫിനിറ്റി മെച്യൂറേഷൻ വഴി ദ ബെസ്റ്റ് ബി ടി സെൽസ് ഉണ്ടാവും. ഏറ്റവും മികച്ച ടി ബി സെൽ വിച്ച് ക്യാൻ ബൈൻഡ് ടു ദിസ് ആന്റിജൻ. ഏതാണ് ആന്റിജൻ അതുമായിട്ട് കൃത്യമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ബെസ്റ്റ് റിസപ്റ്റർ ഉള്ള, അതിന്റെ ഏറ്റവും മികച്ച റിസപ്റ്റർ ഉള്ള ബി സെൽസ് ഉണ്ടായി വരണം. സോ ബി സെല്ലിന്റെ റിസപ്റ്റർ നമ്മൾ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. ബി സെല്ലിന്റെ റിസപ്റ്റർ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ബിക്കോസ് അത് ആന്റിബോഡി ആണ്, ഭാവിയിലാകാനുള്ള ആൾക്കാരാണ്. സോ ബി സെല്ലിന്റെ റിസപ്റ്റർ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഇങ്ങനെ വരയ്ക്കണം. സോ ഇങ്ങനെയുള്ള ബി സെൽസ് ഉണ്ടായി വരുന്നു. സോ ഏറ്റവും ബെസ്റ്റ് ബി സെൽസ് ഉണ്ടാവുന്നതോടുകൂടി ഈ പ്രോസസ് തീരും. ആൻഡ് ന്യൂ ബി സെൽസ് ഇത് ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഈ ബി സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. 1 ഈസ് പ്ലാസ്മ സെൽ ആൻഡ് സെക്കൻഡ് ഈസ് മെമ്മറി സെൽ. സോ രണ്ടാമത്തത് മെമ്മറി സെല്ലാണ്, ആദ്യത്തെ സെല്ലാണ് പ്ലാസ്മ സെൽ. പ്ലാസ്മ സെല്ലിന്റെ വലിയൊരു സൈറ്റോപ്ലാസം ഇവിടെ ഉണ്ട് ആൻഡ് ചെറിയ ന്യൂക്ലിയസ് ഒരു അറ്റത്തായിരിക്കും. ആൻഡ് ദിസ് ക്യാൻ പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്ലാസ്മ സെൽസ് ഉണ്ടാവലാണ്. സോ അപ്പോൾ അവർക്ക് കോവിഡിൽ ഓരോ തവണയും വൈറസിന് മാറ്റം വരുമ്പോൾ അതനുസരിച്ച് ഈ ബി സെൽസ് എത്ര തവണ സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷനും അഫിനിറ്റി മെച്ചുറേഷൻ ഒക്കെ നടന്നിട്ടാണ് ഉണ്ടാകുന്നതെന്ന് ഓർത്തിരിക്കുക. എന്നാലേ ആന്റിബോഡി ഉണ്ടാകൂ. സോ പ്ലാസ്മ സെൽസും ബി സെൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സോ ഇത് ബി സെല്ലാണ്, ഇത് പ്ലാസ്മ സെല്ലാണ്. പ്ലാസ്മ സെല്ലിന് ഈ ബി സെല്ലിന്റെ ഈ റിസപ്റ്റർ ഇതിനെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് നൗ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്, പ്ലാസ്മയിലേക്ക് റിലീസ് ചെയ്യാണ്. സോ ഇവിടെ ഒട്ടിച്ചേരാനുള്ള സംഭവം ഇല്ല എന്നുള്ളതാണ്. സോ 2-3 തന്നെയാണ് ഈ ബി സെൽ റിസപ്റ്റർ. ഇതിൽ ഒട്ടിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല റിസപ്റ്റർ ഇപ്പൊ ബ്ലഡിലേക്ക് വിടുകയാണ്. ആൻഡ് ഇതിന്റെ പേരാണ് ആന്റിബോഡി. സോ നൗ ആന്റിബോഡി ഉണ്ടാക്കി അത് ബ്ലഡിലേക്ക് എത്തി. സോ ബി സെൽ റിസപ്റ്റർ തന്നെയാണ് ഈ ആന്റിബോഡീസ് എന്ന് നമ്മൾ ഓർക്കുക. ആൻഡ് ദിസ് ഇസ് സോലുബിൾ ടൈപ്പ് ആണ്, സോലുബിൾ ടൈപ്പ് ഓഫ് ആന്റിബോഡി ആണത്. ഇത് ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും.
സംസാരിക്കുന്നതാണ്. സോ പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഈ ആന്റിബോഡി ബ്ലഡിലെത്തി കഴിഞ്ഞാൽ ദാ ഇവിടെ ആ സംഭവം ഇരിക്കാമെന്നായിരിക്കുക. അത് ടോക്സിൻ ആണെങ്കിൽ അതിനെ പോയി ന്യൂട്രലൈസ് ചെയ്യാം, അല്ലെ, അഗ്ലൂട്ടിനേഷൻ നടത്താം, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടത്താം, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസിസ്, അങ്ങനെയൊക്കെയുള്ള പല പ്രോസസ് വഴി അതിനെ നശിപ്പിക്കാം. സോ ഇതല്ല പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുക, ഇതത്ര സ്ട്രോങ് അല്ല. ടോക്സിൻസിനെതിരെ ഇത് മതിയായിരിക്കും. പക്ഷേ ഇഫ് ദ ആന്റിജൻ ഇസ് ഫുൾ ആന്റിജൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ഫോർ ഇൻവേർഡേഴ്സ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് അത് കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേഷൻ ആണ്. സോ കോംപ്ലിമെന്റ് സിസ്റ്റം, ഏത് കോംപ്ലിമെന്റ് സിസ്റ്റം ആണ് നമ്മൾ ഇന്നേറ്റിൽ നമ്മൾ കോംപ്ലിമെന്റ് സിസ്റ്റം രണ്ടെണ്ണം പഠിച്ചു, അതല്ല ഇവിടെ ആക്ടിവേറ്റഡ് ആവുന്ന ക്ലാസിക്കൽ കോംപ്ലിമെന്റ് സിസ്റ്റം ആണ് ആക്ടിവേറ്റ്. സോ ക്ലാസിക്കൽ കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ പലതരം നമുക്കറിയാം 1 മുതൽ 9 വരെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ തന്നെ എ ഉണ്ട്, ബി ഉണ്ട്. ഇതെല്ലാം പോയി ഇതാണ് ആന്റിജൻ എങ്കിൽ ഇതിന്റെ ഇവിടെ പോയി ഒട്ടിച്ചേർന്ന് 1 to 9 എല്ലാം വന്നിങ്ങനെ ഒരു 20 എണ്ണം ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് ഇതിൽ ഫോം എ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ഉണ്ടാകും. ആൻഡ് അങ്ങനെ ഇതിനെ സോ ഈ ആന്റിജനെ അങ്ങനെയാണ് നശിപ്പിക്കുക. സോ ഇതാണ് കൂടുതലായിട്ട് നടക്കുക. സോ ആന്റിജൻ ഇറ്റ്സെൽഫ് ക്യാൻ ആക്ട് ആസ് എ ഓപ്സോണിൻ, അല്ലെങ്കിൽ C3bA സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിന് ഓപ്സോണിൻ ആകാം, C3a C5a അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ടാണ് ദിസ് കോംപ്ലിമെന്റ് സിസ്റ്റം. അതിൽ ഓർത്തിരിക്കുക, ക്ലാസിക്കൽ കോംപ്ലിമെന്റ് സിസ്റ്റം ആണ് ഇവിടെ ആക്ടിവേറ്റഡ് ആകുന്നത്. ലെക്റ്റിൻ പാത്വേ ആൻഡ് മറ്റേത് ഓൾട്ടർനേറ്റ് പാത്വേ ഒക്കെ നമ്മൾ പഠിച്ചത് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ്. സോ ഇവിടെ വെച്ച് ഇതിനെ കൊല്ലുകയാണ്. അപ്പോൾ അത്രയും പറഞ്ഞു നിർത്തിയാൽ പോരാ. അടുത്ത തവണ ആള് വന്നാൽ ഇവിടെ ആളിരിപ്പുണ്ട്, മെമ്മറി സെൽസ് ഉണ്ട്. അടുത്ത തവണ വരുമ്പോഴത്തേക്കും മെമ്മറി സെൽസ് ആക്ടിവേറ്റഡ് ആകും. മെമ്മറി സെൽസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് പുതിയ പ്ലാസ്മ സെല്ലായിട്ട് മാറും. പ്ലാസ്മ സെല്ലിൽ നിന്ന് ആന്റിബോഡി സെക്രറ്റ് ചെയ്യും. ആന്റിബോഡി വിൽ ആക്ട് അഗെയിൻസ്റ്റ്. സോ പല ആൾക്കാരും ഈ ഇടയ്ക്ക് വെച്ച് ഈ സ്റ്റെപ്പിൽ വെച്ചായിരിക്കും പറയുക, പക്ഷെ നമ്മൾ പറഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെയുള്ള സ്റ്റെപ്പുകളാണ്. സോ ഇങ്ങനെയാണ് എന്തുണ്ടാവുക, ആന്റിബോഡി മീഡിയേറ്റഡ് കില്ലിംഗ് ഓർ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. സോ അവസാനം ഉണ്ടാകുന്നത് ആന്റിബോഡിയാണ്. സോ ദിസിൽ പ്രധാനപ്പെട്ട റോൾ ഉള്ളത് ആന്റിബോഡിയാണ്. ആന്റിബോഡി ഉണ്ടാക്കുന്നത് ബി സെല്ലാണ്. ബി സെല്ലിന്റെ തന്നെ പ്ലാസ്മ സെല്ലാണ്. സോ ബി സെൽ ഹാസ് എ ഗ്രേറ്റർ റോൾ ഹിയർ. മറ്റേനകത്തൊന്നും ബി സെല്ലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. സോ ഇങ്ങനെ ഉണ്ടായ ആന്റിബോഡി മെമ്മറി സെൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് ലോങ് പീരീഡ്, ഒരുപാട് നാളത്തേക്ക് ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അടുത്ത തവണ ഈ ആന്റിജൻ വരികയാണെങ്കിൽ മെമ്മറി സെൽസിന് അത് ഓർത്തിരിക്കാൻ പറ്റും. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ വേഗത്തിൽ നടത്താൻ പറ്റും. സോ ഇതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.